പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ ഇന്ന് കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കും. കൊച്ചിയിൽ ഓഫീസിലും ഫ്ളാറ്റിലും എത്തിച്ചായിരിക്കും തെളിവെടുക്കുക. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ലക്ഷ്യം. വിവരങ്ങളുമായി വി വിനോദും ഡാനി പോളും ചേർന്നു. വിനോദ്, ഈ വിഷയം സംസ്ഥാനത്തെ ഒട്ടാകെ പറ്റിച്ച കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ തട്ടിപ്പ് നടത്തിയ മാധ്യമപ്രവർത്തകരെ പോലും പറ്റിച്ച ഏതാണ്ട് 10,000-ഓളം പരാതികൾ വരുമ്പോൾ അത് ഈ സംസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ്. അത് ക്രൈംബ്രാഞ്ച് സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. സർക്കാർ എത്രത്തോളം ഗൗരവമായിട്ടാണ് കാണുന്നത്? കാരണം ഇതിൽ പലപ്പോഴും മന്ത്രിമാരുടെ പേരും MLA-മാരുടെ പേരും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ശ്രീജ, 3 കോടിയിൽ കൂടുതൽ തട്ടിപ്പ് നടന്നാൽ, അത്രയും വലിയൊരു തുകയുടെ തട്ടിപ്പ് നടന്നാൽ അത് അന്വേഷിക്കേണ്ടത് ക്രൈംബ്രാഞ്ചാണ്. സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിലേക്ക് വിടുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇത് സ്കാറ്റേർഡായി ഇപ്പോൾ നിൽക്കുന്ന ഒരു രീതിയാണ്. കാരണം പല സ്റ്റേഷനുകളിലായാണ് FIR-കൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച് ക്രൈംബ്രാഞ്ചിന്റെ സംഘം അന്വേഷിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ടുള്ള തീരുമാനമുണ്ടാകും. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ പലതരത്തിലുള്ള കബളിപ്പിക്കലുകളാണ്. ജനപ്രതിനിധിയും പോലീസുകാരുടെ ഭാര്യമാരും അടക്കം ഈ തട്ടിപ്പിൽ വീണു പോയിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിച്ച് എത്തിയ ആളുകളുണ്ട്. ഇതിൽ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പുറത്തു വരണമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പായി ഇത് മാറുകയാണ്. 1000 കോടി രൂപ വരെ തട്ടിച്ചു എന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ്. ഇതിനകം തന്നെ 500 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഈ തുക തട്ടിയെടുത്തു. ഈ പരാതികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് ഈ കേസിന്റെ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായി ഈ പകുതി വില സ്കൂട്ടർ തട്ടിപ്പ് പോകുന്നുണ്ട്. മാത്രമല്ല, ഈ കോർഡിനേറ്റർമാർ, അനന്തു കൃഷ്ണൻ നിയോഗിച്ച കോർഡിനേറ്റർമാർ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി അവരുടെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക എന്ന ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലാസുകൾ നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഈ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അവരിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തു. ആദ്യം ലാപ്ടോപ്പും തയ്യൽ മെഷീനും കോഴിക്കോട് അടക്കമുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. ഇത് വലിയ തോതിൽ പലയിടങ്ങളിലായി നൽകുകയും പിന്നീട് വലിയ തുകയ്ക്കുള്ള, അതായത് സ്കൂട്ടർ തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ചിലയിടങ്ങളിൽ നൽകി. ഇത് വിശ്വസിച്ച് കൂടുതൽ ആളുകൾ പണം നൽകുന്ന സാഹചര്യമുണ്ടായി. പോത്തൻകോട് ഒരാൾ മാത്രം പലരിൽ നിന്നായി സ്വരൂപിച്ച 13 ലക്ഷം രൂപയാണ് ഇങ്ങനെ നൽകി തട്ടിപ്പിന് ഇരയായത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കിയ ധാരണാപത്രമുണ്ട്. അതും ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. ധാരണാപത്രം ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ക്ലബിന് 5 ലക്ഷം രൂപ നൽകി എന്ന തരത്തിൽ പ്രതിയുടെ മൊഴിയുണ്ട് എന്ന ആ വിവരങ്ങളും പുറത്തു വന്നു. അതിനുശേഷവും ക്ലബിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഈ ധാരണാപത്രം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയുമില്ല. അവിടെയാണ് ഗൂഢാലോചന ആലോചിക്കുന്നത്. കാരണം വലിയ തോതിൽ ഈ ധാരണാപത്രം കാണിച്ചുകൊണ്ട് AN രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്, തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹം ഇതിൽ പങ്കെടുക്കുന്നു, അത് തങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കി എന്നത്. അവിടെയാണ് ചില ഗൂഢാലോചന സംശയിക്കുന്നത്. എന്തുകൊണ്ട് ഈ ധാരണാപത്രം ഇതുവരെ റദ്ദാക്കിയില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നത്. അന്വേഷണം ആ വഴിക്കും നീളേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശ്രീജ പറഞ്ഞതുപോലെ തന്നെ അത്യന്തം ഗൗരവമായ, സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായി ഈ കേസ് മാറുകയാണ്. ശ്രീജ, ശരി. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി എന്തായാലും നാളെ അവസാനിക്കാനിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഒരൊറ്റ ആൾക്കേ അറിയൂ, അത് അനന്തു കൃഷ്ണനാണ്. എവിടെയൊക്കെ എത്രയൊക്കെ തട്ടിപ്പ്, എത്ര പണം വാങ്ങി, ഇത് മറ്റൊരാൾക്കും അറിയുക പോലുമില്ല. കാരണം പലയിടത്ത് പല ഏജൻസികളാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ പോലീസിന് മുന്നിൽ അതൊരു വലിയ വെല്ലുവിളിയല്ലേ? ഈ വിവരങ്ങൾ, ഈ രേഖകൾ, പലയിടത്തും ധാരണാപത്രമൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്, മുദ്രപത്രത്തിൽ ഒപ്പിട്ട ധാരണാപത്രമൊക്കെ ഉണ്ടതാണ്. ഇത് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പോലീസിന് കഴിയുമോ? എന്താണ് അവരിപ്പോൾ ആലോചിക്കുന്നത്? ശ്രീജ, ഇതിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് പറയാവുന്നതിനേക്കാളും അപ്പുറത്തായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരാതികൾ ഉയർന്നു വരികയാണ്. ഓരോ സ്റ്റേഷൻ ലിമിറ്റിലും അവർക്ക് ഉൾക്കൊള്ളാവുന്ന, അന്വേഷിക്കാവുന്നതിന് അപ്പുറത്തേക്ക് ഈ പരാതികളുടെ ഒരു പ്രവാഹം എന്ന രീതിയിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പറവൂർ മേഖലയിൽ ഇന്ന് ഏതാണ്ട് 500-ലധികം പരാതികളായി കഴിഞ്ഞു. അവിടെ പരാതിക്കാർ ഇന്ന് അവിടെ സംഘടിക്കുന്നുണ്ട്. അവർ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ അവരിന്ന് അവിടെ യോഗം ചേരുന്നു. ഒപ്പം മറ്റു മേഖലകളിലേക്ക് പോകുമ്പോൾ ആലുവയിൽ നിന്ന് പരാതി ഉയർന്നിരിക്കുന്നു. ആലുവയിൽ
ജനസേവാ കേന്ദ്രത്തെ അത് മറവാക്കിക്കൊണ്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് അവർ പറയുന്നത്. അവർക്കെതിരെയും കേസ് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഇതിൽ ആരൊക്കെ പെട്ടുപോയിട്ടുണ്ട് എന്നതാണ് ഇനി അറിയുന്നത്. പലരെയും തന്നെ ഇതിന് തട്ടിപ്പിന് മറയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നുവെന്നാണ് പോലീസിന് ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ പ്രതികളാകുമെന്നതാണ് അറിയേണ്ടത്. ഓരോ മേഖലയിൽ നിന്നായി നിരവധിയായ പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. ഓരോ ദിവസവും ചെല്ലുന്തോറും പരാതികളുടെ വ്യാപ്തി കൂടുന്നു, തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടുന്നു. ഇതുവരെയും എത്രത്തോളം എന്ന രീതിയിൽ തന്നെ നിജപ്പെടുത്താൻ കഴിയാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു. ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ? അതായത് ഈ സ്കൂട്ടർ വാങ്ങിയതല്ല, ഇതിൽ വന്നിരിക്കുന്ന ഈ ഇടപാടുകളുടെ പണം ആർക്കൊക്കെ കൈമാറി എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇതിനിടയിലാണ് ഇയാളുടെ നിലവിലുള്ള ഈ ഒരു കസ്റ്റഡി കാലാവധി അടക്കം അവസാനിക്കുകയാണ്. നാളെ കൂടി കസ്റ്റഡിയിലേക്ക് ഉള്ളൂ, പോലീസ് കസ്റ്റഡിയിലുള്ളൂ. അതിന് മുൻപായിട്ട് തെളിവെടുപ്പ് അവർക്ക് പറ്റുന്ന രീതിയിൽ പൂർത്തിയാക്കുകയാണ്. വൈകാതെ ഇത് ക്രൈംബ്രാഞ്ചിനെ കൈമാറി എന്നുള്ള കാര്യങ്ങളിൽ ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ വരും. എന്തായാലും ഇന്ന് കൊച്ചിയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ് അവർ പറയുന്നത്. കൊച്ചിയിൽ ഇയാളുടെ ഫ്ളാറ്റിൽ അതോടൊപ്പം തന്നെ ഇയാളുടെ 2 ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പരമ്പുളയിലും കളമശ്ശേരിയിലുമുള്ള ഓഫീസുകൾ. ഇവിടങ്ങളിലെല്ലാം പോലീസിന് ഒറ്റയടിക്ക് ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതാണ്. കാരണം പ്രധാനമായി ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. രേഖകളടക്കം പലയിടത്തു നിന്നും വീണ്ടെടുക്കാനുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം ശ്രീജ ഉള്ളത്, ഇതിൽ ഇയാൾ പലർക്കായിട്ട് പണം നൽകിയിട്ടുണ്ട് എന്ന് ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അത് അവരിൽ നിന്നടക്കം ഇനിയിപ്പോൾ മൊഴിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏത് കാര്യത്തിന് പണം നൽകിയെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം പോലീസിനെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കേരളം കണ്ട വലിയ തട്ടിപ്പ് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ആ തട്ടിപ്പിൻ്റെ ഇര ആരൊക്കെയാണ്, അതിലെ യഥാർത്ഥത്തിൽ തട്ടിപ്പുകാരാരാണ്, ഇതിൻ്റെ ഒരു കിങ് പിൻ എന്നെല്ലാം അനന്തകൃഷ്ണനെ വിശേഷിപ്പിക്കുമ്പോൾ പോലും അയാൾക്കൊപ്പം വളരെ സജീവമായി ഇതിന് അണിയറയിലും അരങ്ങിലും എല്ലാം തന്നെ പ്രവർത്തിച്ചവർ ആരൊക്കെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളുടെ ഒരു വിശാലതയിലേക്കെല്ലാം തന്നെ ചെല്ലുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓരോ ദിവസം ചെല്ലുന്തോറും പരാതിക്കാർ കൂടുകയാണ്, ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയും വർദ്ധിക്കുകയാണ്. ശ്രീജ, ഡാനി പോളും വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഈ പാതിവില തട്ടിപ്പിന്റെ കണ്ണികൾ എവിടെ വരെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ പോലീസും നന്നേ ബുദ്ധിമുട്ടുകയാണ്. സർക്കാരാകട്ടെ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.